വഖഫ് ബോർഡിനെ നിലവിലെ വഖഫ് ബോർഡിനെ പിരിച്ചുവിടണം എന്നൊരു ഹർജി നിലവിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് മുനമ്പം ജനങ്ങൾക്ക് എത്തരത്തിലാണ് അവരെ ബാധിക്കുന്നത്? അവർക്ക് എത്തരത്തിലാണ് അത് ഉപയോഗപ്പെടുന്നത്? സി വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനം താൽക്കാലികമായിട്ട് നിർത്തിവെക്കണമെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി ഒരു പുതിയ ഉത്തരവിറക്കിയിട്ടുണ്ട്. അത് മുനമ്പം ജനതയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു കാര്യം കൂടിയാണ്. കാരണം ഇന്ന് കേരളത്തിൽ മുനമ്പം ജനത ഈ ഒരു വിഭാഗത്തെ കൊണ്ട്, ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഈ ഒരു സംഘടനയെ കൊണ്ട് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് മുനമ്പം ജനതയാണ്. അപ്പോൾ ചുമ്മാ ഒരു കോടതി ഒരു ബോർഡിനെ താൽക്കാലികമായിട്ട് നിർത്തിവെക്കണമെങ്കിൽ അതിൻ്റേതായ തെറ്റുകൾ അതിലുണ്ടായിട്ട് കാരണമായിരിക്കുള്ളൂ ഹൈക്കോടതി അങ്ങനെ ഒരു ഉത്തരവിറക്കിയത്. അപ്പോൾ അത് മുനമ്പം ജനതയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. കാരണം കാര്യങ്ങൾ കുറച്ച് സ്ലോവിലാണ് പോകുന്നുണ്ടെങ്കിലും ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഞങ്ങളതിൽ ശരിക്കും സന്തോഷിക്കുകയാണ്. കാരണം തെറ്റ് ചെയ്തവന് ശിക്ഷിക്കപ്പെടും, അത് കോടതിയുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതിൽ പുതിയതായിട്ട് മാറ്റങ്ങൾ വരുന്നുണ്ട്, അത്തരത്തിലൊക്കെ വാർത്തകൾ കേൾക്കുന്നുണ്ടല്ലോ. മാറ്റങ്ങളല്ല അതിൽ വരുന്നത്. അതായത് ഈ വഖഫ് ബോർഡിനെ പിരിച്ചുവിടണമെന്നും പറഞ്ഞിട്ട് 4 ഹർജികൾ ഹൈക്കോടതിയിൽ ചെന്നിരുന്നു. അതിൽ ഒരു ഹർജി കൊടുത്തിരുന്നത് BJP സംസ്ഥാന വൈസ് പ്രസിഡൻ്റായ ഷോൺ ജോർജാണ്. ഷോൺ ജോർജിൻ്റെ കൂടെ കക്ഷി ചേർന്നിട്ട് ആക്സ് എന്ന് പറയുന്ന ഒരു സംഘടന കൂടി ഒരു ഹർജി കൊടുത്തിരുന്നു. അതുവഴി ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു ഷിയ വിഭാഗത്തിൽപ്പെട്ട ഏതോ ഒരു വ്യക്തി ഒരു ഹർജി കൊടുത്തിരുന്നു. എല്ലാത്തിലുപരി സ്റ്റാലിൻ ദേവൻ സാർ മുനമ്പത്തിൻ്റെ ഒരു മാലാഖ പോലെ ഞങ്ങളുടെ ഒരു ലീഗൽ അഡ്വൈസർ കൂടിയാണ്. അദ്ദേഹം ഒരു പൊതു താൽപ്പര്യ ഹർജി കൊടുത്തിരുന്നു. അപ്പോൾ ഷോൺ ജോർജ് കൊടുത്തിരുന്ന ഹർജിയിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യം, ഇതിൽ 2 അമുസ്ലിങ്ങളെ പുതിയ ഉത്തരവ് പ്രകാരം 2 അമുസ്ലിങ്ങളെ ചേർത്തിട്ട് വേണം പുതിയൊരു ബോർഡ് രൂപീകരിക്കാൻ. അത് അവർ 2 പേരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ക്ലോസ് ഉണ്ടായിരുന്നു. ആക്സും അത് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്, അതേ സെയിം കാര്യം തന്നെയായിരുന്നു. പക്ഷേ മറ്റൊരു വ്യക്തിയുടെ ഹർജി എന്തോ കാരണങ്ങളായി തള്ളിപ്പോയി. 4ാമത്തെ ഹർജി സ്റ്റാലിൻ ദേവൻ സാറിൻ്റെ ഹർജിയാണ്. അപ്പോൾ സ്റ്റാലിൻ ദേവൻ സാറിൻ്റെ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന കുറച്ചോളം കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ആദ്യം അത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ മുസ്ലിം വിഭാഗത്തിലെ എല്ലാവരെയും കൂടി ചേർത്തിട്ടായിരിക്കണം ഒരു ബോർഡ് രൂപീകരണം. പക്ഷേ ഇതിൽ ഉള്ള 9 മെമ്പർമാരെല്ലാവരും സുന്നി വിഭാഗത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ ഷിയ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊരു ക്ലോസാണ്. അതിലുപരി ഒരു MLA ഉണ്ടാകണം. ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ബോർഡിലെ MLA തോറ്റ MLA ആണ്. അദ്ദേഹം കഴിഞ്ഞ സർക്കാർ നിയമിച്ച MLA മാരിൽ അദ്ദേഹം ഇപ്പോൾ തോറ്റിരിക്കുകയാണ്. അദ്ദേഹം ആ MLA. 3ാമത് 2 നോൺ മുസ്ലിംസിനെ ഇതിൽ ആഡ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അതുകൂടാതെ ഒരു സർക്കാരിൻ്റെ സൈഡിൽ നിന്ന് ഒരു ബാർ കൗൺസിൽ മെമ്പർ ഉണ്ടാകണം. ഒരു ബാർ കൗൺസിൽ മെമ്പർ അതിന് നിയോഗിച്ചിട്ടില്ല. പിന്നെ അതുകൂടാതെ ഒരു ജോയിൻറ്റ് സെക്രട്ടറിയുടെ കീഴിൽ പോകുന്നതിൻ്റെ കാര്യങ്ങളും നിയമിച്ചിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയോ വായിക്കുമ്പോൾ ഇവരൊരു തട്ടിക്കൂട്ട് ബോർഡാണ് ആ കഴിഞ്ഞ സർക്കാർ ആ പോകുന്ന സമയത്ത് രൂപീകരിച്ചതെന്നുള്ളതാണ്. അപ്പോൾ കോടതിക്ക് അത് ബോധ്യമായത് കൊണ്ടാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് പിരിച്ചുവിടണമെന്ന്, താൽക്കാലികമായിട്ട് നിർത്തിവെക്കണം, ഭാവിയിൽ ചിലപ്പോൾ അത് കാരണത്താലാണ് ഇപ്പോഴത്തെ കറണ്ട് സർക്കാർ പറഞ്ഞത് വഖഫ് ബോർഡ് ഞങ്ങൾ പിരിച്ചുവിടും, ഞങ്ങളൊരു പുതിയൊരു ബോർഡ് രൂപീകരിക്കാൻ പോവുകയാണ്. പക്ഷേ ഇന്ന് ഞാൻ അറിഞ്ഞത് ഇപ്പോൾ കറണ്ട് വഖഫ് ബോർഡ് സുപ്രീം കോടതിയിൽ ഇന്ന് പോയിട്ടുണ്ട് ഇതിന് അതിന് തടസ്സം ചോദിച്ചുകൊണ്ട്. പക്ഷേ എന്താണ് നടന്നേക്കണേന്ന് നമുക്കറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഒരു കൂട്ടം ചുമ്മാ അങ്ങോട്ട് പോകുന്ന ടൈമിന് ഒന്നങ്ങോട്ട് യോജിപ്പിച്ച് പോകാമെന്ന് ഓർത്താണ്. പക്ഷേ കോടതി അത് കണ്ടെത്തി, അത് ചോദിക്കാനും പറയാനും ഇപ്പോൾ ആൾക്കാരുണ്ടെന്നുള്ളൊരു ബോധ്യം അവർക്കും വന്നിട്ടുണ്ട്. ഇത് മുനമ്പം ജനങ്ങൾക്ക് ഗുണവും അതുപോലെ തന്നെ വഖഫ് ബോർഡിന് ഒരു തിരിച്ചടിയും. തീർച്ചയായിട്ടും ഇത് വഖഫ് ബോർഡിന് ഈ അടുത്ത് കിട്ടിയേക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നാണ് ഈ ഹൈക്കോടതിയുടെ ഈ ഉത്തരവ്. കാരണം കള്ളത്തരങ്ങൾ ഒരു പരിധിവരെ നമുക്ക് ഒളിപ്പിച്ചു വെക്കാൻ പറ്റും. പക്ഷേ ഏതാനും കാലം കഴിയുമ്പോൾ അതെന്തായാലും പുറത്തു വരുമെന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവാണത്. അതുപോലെ തന്നെ അവിടെ ഈ ഭൂമിക്ക് വേണ്ടിയിട്ട് സമരം ചെയ്ത ആളുകളുണ്ടായിരുന്നല്ലോ.
അവരൊക്കെ പോയി. പക്ഷെ അതിന് ശേഷം പിന്നീട് വന്നവരൊന്നും ഈ രജിസ്റ്ററിലൊന്നും പേരില്ലാത്തവരാണ്. അങ്ങനെയൊക്കെ കേൾക്കുന്നതോ? അങ്ങനെയല്ല. അവിടെ ആദ്യം സമരം ഞങ്ങളെല്ലാവരും ഒരു സംഘടനയുടെ ഭാഗമായിരുന്നു. ഒരു സംഘടനയിൽ ഒരു കൂട്ടത്തിൻ്റെ ഭാഗമായിരുന്നു. അത് ഭൂസംരക്ഷണ സമിതി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഭൂസംരക്ഷണ സമിതി കഴിഞ്ഞ LDF സർക്കാർ വന്നപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും എല്ലാ റവന്യൂ അവകാശങ്ങളും തിരിച്ചു കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് അന്നത്തെ മന്ത്രിയായിരുന്ന രാജീവിൻ്റെ കയ്യിൽ നിന്ന് വെള്ളവും മേടിച്ചു കൊടുത്ത് പിരിഞ്ഞു പോയവരാണ്. പക്ഷേ ഈ അടുത്ത് നിങ്ങൾ ചോദിച്ച പോലെ തന്നെ അതിൻ്റെ ജനങ്ങൾക്ക് അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതിലിപ്പോൾ അതിൻ്റെ ഭൂസംരക്ഷണ സമിതിയുടെ മെമ്പർമാരെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ കൺവീനർ, അതിൻ്റെ പ്രസിഡൻ്റ്, അതിൻ്റെ രക്ഷാധികാരി എന്ന് പറഞ്ഞാൽ അതിൽ ചില തെറ്റുകളുണ്ട്. യഥാർത്ഥത്തിൽ ഭൂസംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു സംഘടന ഞങ്ങളുടെ മുനമ്പത്തെ ജനങ്ങളെല്ലാവരും കൂടി ഒരു പൊതുയോഗം ചേർന്ന് ഉണ്ടാക്കിയൊരു കൂട്ടായ്മയാണ്. അതിൽ ഇരിക്കുന്ന ചെയർമാനായിട്ടിരിക്കുന്ന ആൾ അന്ന് തിരഞ്ഞെടുത്ത ആൾക്കാരാണ്. രക്ഷാധികാരി പള്ളിയിലെ വികാരി അച്ഛനാണ്. പക്ഷേ കൺവീനറിൻ്റെ സ്ഥാനത്ത് തിരഞ്ഞെടുത്തിരിക്കുന്ന ആൾ ഇപ്പം നിങ്ങൾ കാണുന്ന കൺവീനറല്ല. അത് സുനിൽ ചൂതമ്പറമ്പിൽ എന്ന് പറഞ്ഞിട്ട് മുൻ കോൺഗ്രസിൻ്റെ ഞങ്ങളുടെ സ്ഥലത്ത് മെമ്പർ കൂടിയായിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ പിന്നീട് വന്ന കുറച്ച് കാര്യങ്ങളിലേക്ക് വന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നിങ്ങൾക്കറിയാം ഇതിൽ സഭ ഇതിലേക്ക് ഇടപെട്ടു. അപ്പോൾ സഭയ്ക്ക് അദ്ദേഹത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയോ കുറച്ച് പ്രശ്നങ്ങളുണ്ടാക്കി. ആ സമയത്ത് ഞാൻ അവിടെ ഇല്ല. പ്രശ്നങ്ങളുണ്ടാക്കി അതിൽ നിന്ന് മാറ്റിയിട്ട് പേരിനൊരു കൺവീനറാണ്. യഥാർത്ഥത്തിൽ ഇപ്പോഴും ഞാൻ ഒഫീഷ്യൽ പേപ്പേഴ്സിലെല്ലാം സുനിൽ ചൂതമ്പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. അല്ലാതെ പുറത്ത് ജനങ്ങളുടെ വിചാരം ബെന്നി കുറുപ്പശ്ശേരി എന്ന് പറഞ്ഞാൽ ബെന്നി കുറുപ്പശ്ശേരി ശരിക്കും പേരിന് വെച്ചിരിക്കുന്നൊരു പള്ളിയിലച്ഛൻ. കാരണം നിങ്ങൾക്കറിയാം അദ്ദേഹം വളരെയേറെ കള്ളത്തരങ്ങൾ ചെയ്തതിന് ശേഷം അത് കാരണമാണ് ഇപ്പോൾ നാട്ടുകാരുടെ മുമ്പിൽ നിൽക്കാതെ ഒളിച്ചും പാത്തും നടക്കുന്നത്. അപ്പോൾ പൊതുജനങ്ങൾ അറിയണം അത് യഥാർത്ഥ കൺവീനർ ഇപ്പോഴും സുനിൽ ചൂതമ്പറമ്പിലാണ്. അത് ആൾക്കാർക്ക് ഇപ്പം നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയുടെ ഒരു സംരക്ഷണം, സഭയെന്ന് പറയുമ്പോൾ നമ്മളൊരിക്കലും ആ ഒരു രീതിയിലല്ല, രണ്ടുപേരുടെ സംരക്ഷണം അവനുണ്ട്. കാരണം കുറേ കള്ളത്തരങ്ങൾ ചെയ്തത് കാരണം ഞങ്ങളുടെ വികാരി അച്ഛൻ്റെയും വികാരി ജനറലിൻ്റെയും സംരക്ഷണയിലൂടെ മാത്രമാണ്. പക്ഷേ ഒഫീഷ്യലി ഒരു പേപ്പർ വൈസ് രജിസ്റ്റേർഡ് സംഘടനയും കൂടിയാണ്. അതിൽ കൺവീനർ സുനിൽ ചൂതമ്പറമ്പിലാണ്. പിന്നെ നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചത് കൊണ്ട് ഞാനൊരു കാര്യവും വീണ്ടും പറയും. ഞാൻ ഒരു പ്രാവശ്യം ഈ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ട് ഇപ്പോൾ അവർ ഭൂസംരക്ഷണ സമിതി വീണ്ടും പല സ്ഥലങ്ങളിൽ സാമ്പത്തിക സഹായം ചോദിച്ചു ചെന്നിട്ടുണ്ട്. ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് പറയാനുള്ളത് ഒരിക്കലും മുനമ്പം ജനത, മുനമ്പം സമരം മറ്റുള്ളവൻ്റെ നിന്ന് കാശ് വാങ്ങിച്ചിട്ടുള്ളൊരു സമരമല്ല. അപ്പോൾ മുനമ്പം സമരത്തിൻ്റെ പേരിൽ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് സാമ്പത്തിക സഹായങ്ങൾ ചോദിച്ചു വരുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതിനെ പ്രോത്സാഹിപ്പിക്കരുത്. കള്ളത്തരങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അതിൽ വളരെ സങ്കടമുണ്ട്. ഞങ്ങളുടെ വികാരി അച്ഛനും കാശ് പിരിപ്പിക്കാൻ നടക്കുകയാണ്. എന്തിനാണെന്ന് ഞങ്ങൾക്കറിയാം, അദ്ദേഹത്തിനോട് ചോദിക്കണമെന്നുണ്ട്. എന്തിനാണ് ഈ കാശ്, ആർക്ക് എന്തിനു വേണ്ടിയാണ് ഈ കാശ് പിരിപ്പിക്കണേ എന്നുള്ളത് അദ്ദേഹത്തിനോടും കൂടി പറയണതാണ്. കാര്യങ്ങളെല്ലാം ഞങ്ങൾ അറിയുന്നുണ്ട്. അപ്പോൾ ഭൂസംരക്ഷണ സമിതിയുടെ പേരിൽ ആരെങ്കിലും സാമ്പത്തിക സഹായം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും കൊടുക്കരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായും. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം എന്തായാലും മുനമ്പം ജനങ്ങൾക്ക് ആശ്വാസകരമാകുന്ന ഒരു ഘട്ടമാണ്. ഇനിയും നിങ്ങൾ പ്രതീക്ഷിക്കാനല്ലേ, ഇനിയിപ്പോൾ പുതിയ ബോർഡൊക്കെ വരുമ്പോഴേക്കും പറഞ്ഞിരിക്കുന്ന ഹർജികളിലൊക്കെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്ന്? തീർച്ചയായിട്ടും. കാരണം ഇന്നലെ പല ചർച്ചകളിലും ഈ വഖഫ് ബോർഡിൻ്റെ പ്രതിനിധികളും വഖഫ് സംരക്ഷണ വേദിയുടെ പ്രതിനിധികളും ഇരുന്ന് മൂങ്ങുന്ന ഒരു രീതിയിലുള്ള ചർച്ചയാണ്. കാരണം അവർക്ക് മനസ്സിലായി കാര്യങ്ങൾ. കാരണം എന്തായാലും ഇപ്പോഴത്തെ സർക്കാർ ഏകകണ്ഠമായിട്ട് കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് അവരൊരു പുതിയൊരു വഖഫ് ബോർഡിനെ രൂപീകരിക്കും, ഈ പഴയ ആൾക്കാരെല്ലാവരെയും മാറ്റിയിട്ട്. അപ്പോൾ എന്തെങ്കിലും അനുകൂലമായ എന്തെങ്കിലും ഘടകങ്ങൾ ഞങ്ങൾക്ക് വരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N മലയാളം. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.